نتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له هو الأول والآخر والظاهر والباطن وهو على كل شيء قدير وأشهد أن نبينا محمدا صلى الله عليه وعلى آله وأصحابه وسلم بلغ الرسالة وأدى الأمانة ونصح الأمة اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن سار على نهجهم إلى يوم الدين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ما أغنى عني مالية هلك عني سلطانية സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് അല്ലാഹുവിന്റെ പൊരുത്തവും സ്നേഹവും തൃപ്തിയും ലഭിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ വിജയിക്കാനാണ്. തോൽക്കാൻ ആർക്കും താൽപ്പര്യമില്ല. വിദ്യാർത്ഥികളൊക്കെ ആഗ്രഹിക്കുന്നത് പരീക്ഷകളിൽ വിജയിക്കാനാണ്. കച്ചവടക്കാർ ആഗ്രഹിക്കുന്നത് അവരുടെ ബിസിനസ്സുകൾ വിജയിക്കുവാനാണ്. ഓരോ പ്രവർത്തനങ്ങളിലും മുഴുകിയിട്ടുള്ളവർ ആഗ്രഹിക്കുക ആ പ്രവർത്തനങ്ങളൊക്കെ വിജയം കണ്ടെത്തണം എന്നാണ്. സത്യത്തിൽ എന്താണ് ഈ വിജയം എന്ന് പറയുന്നത്? ജീവിച്ചിരിക്കുന്ന പല ആളുകളെയും വിലയിരുത്തി നമ്മൾ പറയാറുണ്ട്, അയാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയാറുണ്ട്. നല്ല ഒരു ബിസിനസ്സുകാരൻ, അയാൾ രാപ്പകൽ അധ്വാനിക്കുന്നു, അയാൾക്കൊരുപാട് സമ്പത്തുണ്ടായി, ബില്യനുകൾ അല്ലെങ്കിൽ അതിലേറെയൊക്കെ എണ്ണം പറയാവുന്ന സംഖ്യകൾ അദ്ദേഹം സമ്പാദിച്ചു. സത്യത്തിൽ ആ ബില്യനർ വിജയിച്ചിട്ടുണ്ടോ? അയാൾക്കുമില്ലേ ഒരുപാട് പരാജയങ്ങൾ ജീവിതത്തിൽ? ഇനി അതൊക്കെ നമ്മുടെ ദൃഷ്ടിയിൽ വിജയിച്ചു എന്ന് തന്നെ വെക്കുക. എത്ര ആസ്തിയുണ്ടെങ്കിൽ പോലും ഒരു ഭൂമികുലുക്കമോ ഒരു പ്രളയമോ ഒരു യുദ്ധമോ ഒക്കെ വന്നാൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അപ്പൊ സമ്പത്ത് കൊണ്ട് ഒരാൾ വിജയിക്കും എന്ന് പറയാനാവില്ല എന്നർത്ഥം. പണക്കാരനായി എന്നതുകൊണ്ട് ഒരാൾ വിജയിച്ചു എന്ന് പറയാൻ സാധ്യമല്ല. ഒരാൾക്ക് ഒരുപാട് വലിയ പൊസിഷനുകൾ ഉണ്ടായി നോക്കാം,
രാഷ്ട്രീയമായോ സാമൂഹ്യമായോ ഒക്കെ. അതിന്റെ അവസ്ഥ എന്താ? നമ്മളൊരുപാട് ആളുകളെ കാണുന്നുണ്ട് നമ്മുടെ മുമ്പിൽ. നേരത്തെയൊക്കെ വലിയ പദവികളിലുണ്ടായിരുന്ന ആളുകൾ ആ പദവികൾ നഷ്ടപ്പെട്ടപ്പോൾ ആരും അയാളെ തിരിഞ്ഞു നോക്കുന്നില്ല, അയാളെ പറ്റുന്നില്ല. അപ്പൊ സത്യത്തിൽ അയാളും ജയിച്ചിട്ടില്ലല്ലോ. വിജയിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ആ പദവികളിൽ നിൽക്കേണ്ടവനായിരുന്നു. അപ്പൊ മനുഷ്യന്റെ പദവികളും മനുഷ്യനെ വിജയത്തിലേക്ക് എത്തിക്കുന്നില്ല. പിന്നെയുള്ളത് മനുഷ്യന്റെ ആരോഗ്യമാണ്. പലരും അഹങ്കരിക്കാറുള്ളത് അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞു. ഈ ഫിറ്റ്നസ് സെന്ററുകളിലൊക്കെ പോയി ശരീരം തടിപ്പിച്ച് മസിൽ പെരുപ്പിച്ച് വലിയ ആരോഗ്യവാനാണ് എന്ന് ധരിച്ചിരിക്കുമ്പോഴാണ് എന്തെങ്കിലും ചെറിയ ഒരു വൈറസ്, ചിലപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത, മൈക്രോസ്കോപ്പുകളെ കൊണ്ടുപോലും കാണാൻ പറ്റാത്ത വൈറസ് വന്നവനെ പിടിച്ചു കുലുക്കുന്നത്. അപ്പൊ സത്യത്തിൽ എന്താ ഇവിടെയൊക്കെ സംഭവിക്കുന്നത്? മസിൽ പവർ കൊണ്ടോ അല്ലെങ്കിൽ ആരോഗ്യം കൊണ്ടോ ഒരാൾ വിജയിയാകുന്നില്ല. മനുഷ്യൻ അത് പറയുന്ന ഒരു രംഗം അള്ളാഹു പറയുന്നുണ്ട്. മാ അഗ്ന അന്നി മാലിയ, എന്റെ സമ്പത്ത് എനിക്കൊരു ഗുണവും ചെയ്തില്ല. ഹലക അന്നി സുൽത്താനിയ, എന്റെ പൊസിഷനുകളൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടുപോയി. അധികാരങ്ങളും സമ്പത്തുമൊക്കെ നഷ്ടപ്പെട്ടുപോയി. നമ്മളൊക്കെ അറിയേണ്ട ഒരു സംഗതി, ഈ ലോകത്ത് നമുക്ക് എന്തൊക്കെ വിജയങ്ങൾ ലഭിച്ചാൽ പോലും ഒരു പക്ഷേ ഒരു പരാജയത്തെ നാം നേരിടേണ്ടി വരും. ആ പരാജയം അല്ലെങ്കിൽ കുറേ നേട്ടങ്ങളുടെ ശേഷം ചില കോട്ടങ്ങൾ നമുക്ക് വന്നുവെന്ന് വന്നേക്കാം. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ മനോഹരമായി ഒരു മനുഷ്യനെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, ഇഗ്തനിം ഖംസൻ ഖബല ഖംസ്, 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നീ ആ 5 കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തണം. അവനാണ് യഥാർത്ഥത്തിൽ വിജയി എന്ന് പറയുന്നത്. അവനാണ് സമർത്ഥൻ. അവനെയാണ് നമ്മൾ സ്മാർട്ട് എന്ന് വിളിക്കേണ്ടത്. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ശബാബക ഖബല ഹറമിക്, വാർദ്ധക്യത്തിന് മുമ്പ് നിന്റെ യുവത്വത്തെ ഉപയോഗപ്പെടുത്തണം. എന്റെ മുമ്പിലുള്ള മുഴുവൻ ചെറുപ്പക്കാരോടും എനിക്ക് പറയാനുള്ളത് അതാണ്. യുവത്വം അതൊരു വല്ലാത്ത സമയമാണ്. വാർദ്ധക്യം വരും, ഒരു സംശയമില്ല. അത് കാണണ്ടല്ലോ എല്ലാവരും. അപ്പൊ ഉപയോഗിച്ചുകൊള്ളണം. രണ്ടാമത്തേത് വസിഹ്ഹതക ഖബല സഖമിക്, രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യത്തെ ഉപയോഗിക്കണം. രോഗം വരും, നമ്മൾ കാണുന്നുണ്ടല്ലോ. എത്ര സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളായാൽ പോലും, ശരീരമൊക്കെ നന്നായി ഫിറ്റായി കൊണ്ടു നടക്കുന്ന ആളുകൾ, നിങ്ങൾ ആലോചിച്ചു, നല്ലത് മാത്രമേ കഴിക്കൂ, അവർക്കും വരുന്നുണ്ട് രോഗം. രോഗം വരും. പക്ഷേ ആരോഗ്യമുള്ള സമയം അവൻ ഉപയോഗപ്പെടുത്തണം. മൂന്നാമത്തേത് വഗിനാക ഖബല ഫഖരിക്, ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് സമ്പന്നതയെ ഉപയോഗപ്പെടുത്തണം. സമ്പന്നനാകുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ദാരിദ്ര്യം വരൂല എന്ന്. വരും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ദാരിദ്ര്യം എല്ലാവർക്കും വരാം. എല്ലാവർക്കും സാമ്പത്തിക ദാരിദ്ര്യമായിക്കൊള്ളണമെന്നില്ല, മറ്റു പല ദാരിദ്ര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതിനു മുമ്പ് ധന്യതയെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കണം. അവസാനം നാലാമതായി നബി പറഞ്ഞത് ഫറാഗക ഖബല ശുഗ്ലിക്, നിന്റെ ഒഴിവ് സമയം നീ ഉപയോഗപ്പെടുത്തണം. നീ വല്ലാതെ ബിസിയാകുന്നതിന് മുമ്പ്.
നമ്മളൊക്കെ ജീവിതത്തിൽ പറയാറുണ്ട് ഞാൻ തിരക്കാണ്, പക്ഷെ അല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ട്. അത് ഉപയോഗിക്കണം. ബിസിയായ പിന്നെ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ ഉപദേശിച്ചത് വഹയാതിക ഖബ്ല മൗതിക, മരണം വരുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തണം. ഇതാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഉപയോഗപ്പെടുത്തലുകളാണ് നമുക്ക് ആവശ്യം. ദുനിയാവിലെ വിജയങ്ങളൊന്നും സഹോദരങ്ങളെ യഥാർത്ഥ വിജയമല്ല. നമുക്ക് വേണ്ടത് സ്ഥിരമായ വിജയമാണ്. സ്ഥിരമായ വിജയം. ഇവിടെയുള്ള വിജയമൊക്കെ നീങ്ങിപ്പോകുന്ന വിജയങ്ങളാണ്. നീങ്ങിപ്പോകാത്ത വിജയത്തെക്കുറിച്ച് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ 2 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളിനി ഖുർആൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ധാരാളമായി ഖുർആനിലുണ്ട് ഈ 2 പദങ്ങളും. ഒന്ന് അൽ ഫൗസ് എന്നതാണ്. അൽ ഫൗസുൽ കബീർ എന്ന് പറയുന്നുണ്ട്. അൽ ഫൗസുൽ കബീർ, വലിയ വിജയം എന്ന് പറയുന്നുണ്ട്. അൽ ഫൗസുൽ അലീം എന്ന് പറയുന്നുണ്ട്, മഹത്തായ വിജയം. അൽ ഫൗസുൽ മുബീൻ എന്ന് പറയുന്നുണ്ട്, വ്യക്തമായ വിജയം, വളരെ ക്ലാരിറ്റിയുള്ള വിജയം. ഫൗസ്, ഫായിസൂൻ. ഇനി നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. ഉലൈക ഹുമുൽ ഫായിസൂൻ എന്ന് കാണാം. അവർ മാത്രമാണ് വിജയികൾ. അതുപോലെ ഖുർആൻ പ്രയോഗിച്ച 2ാമത്തെ ഒരു പദമാണ് മുഫ്ലിഹൂൻ എന്നത്. അഫ്ലഹ, അഫ്ലഹ ധാരാളമായി നമ്മൾ കാണും. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഭയങ്കര രസകരമായ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ ധാരാളമായി ഖുർആനിൽ കാണും. അപ്പോൾ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് ഫൗസും ഫലാഹുമാണ്. ഫൗസും ഫലാഹുമാണ്. പരാജയമില്ലാത്ത വിജയം എന്നാണ് ഈ 2 പദത്തിന്റെയും ആശയം. നമ്മൾ മനസ്സിലാക്കിയ വിജയത്തിനൊക്കെ എന്തുണ്ട്? പരാജയമുണ്ട്. അതിന് വേറെ കുറെ വേർഡ്സ് അറബി ഭാഷയിലുണ്ട്. പക്ഷെ അള്ളാഹു ഉപയോഗിച്ചത് അതല്ല. അള്ളാഹു ആ പദം ഉപയോഗിച്ചിട്ടേയില്ല. മറിച്ച് അള്ളാഹു ഉപയോഗിച്ച പദം മുഴുവൻ ഫൗസും ഫലാഹുമാണ്, അഥവാ പരാജയമില്ലാത്ത വിജയമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിച്ചു പോകും, സംശയമൊന്നുമില്ലല്ലോ. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ അധ്വാനിച്ചതിന്റെ പ്രതിഫലം പൂർത്തിയായി തരുന്ന ഒരു ദിവസമുണ്ട്. അന്നത് പൂർത്തിയാക്കി തരും. ആ ദിവസത്തിന്റെ പേരാണ് യൗമുൽ ഖിയാമ എന്ന്. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത് ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ഫമൻ സുഹ്സിഹ അനിൻ നാർ, ആരെങ്കിലും നിരങ്ങി സഹ്സഹ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ നിരങ്ങി നരകത്തിൽ നിന്ന് വിദൂരമാവുകയും വഉദ്ഖിലൽ ജന്ന, എന്നിട്ട് നരകത്തിലേക്ക് ചാടാതെ അപ്പുറമുള്ള സ്വർഗത്തിലേക്ക് എത്തുകയും ചെയ്താൽ. നരകത്തെ അങ്ങനെയാണ് സംവിധാനിച്ചത്. അതുകൊണ്ടാണ് ആ പദം അങ്ങനെ ആയത്. നരകത്തിന്റെ മുകളിലൂടെയാണ് സ്വർഗത്തിലേക്ക് എത്തേണ്ടത്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, അവനാണ് യഥാർത്ഥ വിജയം. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ കാണുന്ന ദുനിയാവിലെ ജീവിതം മുഴുവൻ മതാഉൽ ഗുറൂർ, മനുഷ്യനെ വഞ്ചിക്കാനുള്ള വിഭവങ്ങൾ മാത്രമാണ്. ഇതല്ല ജീവിതം. അപ്പൊ യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് പറയുന്നത് അള്ളാഹു പരിചയപ്പെടുത്തുന്നത് അതാണ്. അവിടെ എത്തണം എങ്ങനെയെങ്കിലും. നിരങ്ങി നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടെയാണ് വിജയം. അതാണ് വിജയം. സഹോദരങ്ങളെ, നമ്മളിപ്പോ ചിന്തിക്കേണ്ടത് ഞാനും നിങ്ങളുമൊക്കെ ആ വിജയികളുടെ കൂട്ടത്തിൽ പെടുമോ ഇല്ലയോ?
അത് നമ്മൾ ഇവിടുന്ന് ആലോചിക്കണം. അവിടെ എത്തിയിട്ട് ആലോചിച്ചാൽ മതിയാവില്ല. ആ സ്റ്റെപ്പിലെത്തിയിട്ട് ആലോചിച്ചാൽ പറ്റില്ല. ഇവിടുന്ന് ആലോചിക്കണം. ആണോ അല്ലേ എന്നറിയാൻ ചില അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ എന്ന് നമ്മളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിലൊന്നാമത്തെ അടയാളം നമ്മളെപ്പോഴും ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട അടയാളമാണ്. ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും ആ പ്രവൃത്തിയിൽ നമുക്ക് ഇഖ്ലാസ് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ? ഇഖ്ലാസ് എന്നുള്ള പദം നിങ്ങൾക്കറിയാമോ? ഞാൻ പറയണ്ടല്ല. നമ്മളെപ്പോഴും പറയാറുള്ളൊരു പദമാണ്. അത് കിട്ടുന്നുണ്ടോ ഇല്ലേ? എന്ത് പ്രവൃത്തിയായാലും. ഇബാദത്തുകളിൽ ഇഖ്ലാസ് ഉണ്ടോ? ഇബാദത്തുകളിൽ മാത്രമല്ല, എല്ലാറ്റിലും വേണം ഇഖ്ലാസ്. ഉണ്ടോ? എന്തിനാ ജുമാക്ക് വന്നിരുന്നത്? ആലോചിച്ച് നോക്കൂ. എന്തിനാ? അതൊരു നിർബന്ധ കർമ്മമായതുകൊണ്ട്, നിവൃത്തിയില്ലാത്തത് കൊണ്ടാണോ? നമ്മൾ വിജയിയിൽ പെടൂല. എന്തിനാ നിസ്കരിച്ചത്? നമ്മൾ ആലോചിക്കണം. എന്തിനാ സദഖ കൊടുത്തത്? എന്തിനാണ് എന്റെ ഓഫീസിൽ ഞാൻ ജോലി ചെയ്യുന്നത്? എങ്ങനെയാണ് ആ ജോലി? ഇബാദത്തുകൾ ചെയ്യുമ്പോൾ, നമസ്കരിക്കുമ്പോൾ, എന്റെ ഓഫീസിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ, എന്റെ ഷോപ്പിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ, കൃഷിയിടത്തിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്റെ ഉള്ളിലുള്ള വികാരം എന്താണോ ആ വികാരമാണ് ഇഖ്ലാസ്. അതെന്താ? അത് പറ്റിക്കലാണോ? എങ്ങനെയെങ്കിലുമൊക്കെ ഒരു പുകയിടലാണോ? എന്തെങ്കിലുമൊക്കെ ചെയ്താലും എനിക്ക് കൂലി കിട്ടണമെന്നത് മാത്രമാണോ? എനിക്ക് ശമ്പളം കിട്ടണമെന്നത് മാത്രമാണോ? എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതങ്ങോട്ട് പൂർത്തിയാക്കണം, കാരണം 5 വക്ത് നിർബന്ധമാണ്, അതുകൊണ്ടാണോ? അതല്ലെങ്കിൽ ഞാൻ സദഖ കൊടുക്കുന്നത്, ഞാൻ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത്, ഞാൻ ജനങ്ങളെ ഉപദേശിക്കുന്നതൊക്കെ എന്തിനാ? എനിക്കൊരു സൽകീർത്തി കിട്ടാനാണോ? പ്രശസ്തി കിട്ടാനാണോ? എന്റെ ചിത്രം, എന്റെ പടം വരാനാണോ? എന്നെ ആളുകൾ കണ്ടാൽ അറിയാനാണോ? ബഹുമാനിക്കാനാണോ? ആദരിക്കാനാണോ? സഹോദര, ചിന്തിക്ക്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഹബഅൻ മൻസൂറ, അള്ളാഹുവിന്റെ ഭാഷ അതാണ്. അതൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ധൂളിയായി, പൊടിപടലമായി പാറിപ്പോകും. ഒന്നാമത്തെ അടയാളം അതാണ്. എന്റെ പ്രവർത്തനങ്ങളിൽ, അത് ഇബാദത്ത് മാത്രമല്ല കേട്ടോ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം. നിങ്ങളോട് ഞാൻ കാണിക്കുന്ന സ്നേഹവായ്പുണ്ടല്ലോ, നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ ചിരിക്കുന്ന ചിരിയുണ്ടല്ലോ, എന്റെ ഭാര്യയെ അടുത്ത് പിടിച്ച് ഞാൻ ഉമ്മ വെക്കുന്ന ഒരു ഉമ്മയുണ്ടല്ലോ, എന്റെ മക്കളെ മടിയിലിരുത്തി ഞാൻ താലോലിക്കുന്ന താലോലിക്കലുണ്ടല്ലോ, എന്റെ ഉപ്പയോടും ഉമ്മയോടും ഞാൻ കാണിക്കുന്ന ആദരവ് ബഹുമാനമുണ്ടല്ലോ, ഇതൊക്കെ എന്താ? ഇതിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ അടയാളം അതാ, നമ്മൾ വിജയിച്ചു. അല്ലാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. രണ്ടാമത്തെ അടയാളം, സഹോദരങ്ങളെ, നമ്മളൊക്കെ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കേണ്ടവരാണ് എന്ന പൂർണ്ണ ബോധ്യമുള്ളവരാണ്. അതുകൊണ്ട് അവിടെ എത്തിയത്. എന്നാൽ നമ്മൾ പരിശോധിക്കണം നമ്മുടെ ജീവിതം. രണ്ടാമത്തെ അടയാളം അതാണ്. എന്താ പരിശോധിക്കേണ്ടത്? എനിക്ക് അള്ളാഹുവിനെ വഴിപ്പെടുക എന്നത് എളുപ്പമായി തീരുന്നുണ്ടോ, പ്രയാസമായി തീരുന്നുണ്ടോ? എനിക്ക് എളുപ്പമാണോ? വെള്ളിയാഴ്ച പള്ളിയിൽ വരാൻ എനിക്ക് എളുപ്പമായോ? എന്റെ സഹോദരിമാർ ചിന്തിക്കണം. അള്ളാഹു പറഞ്ഞ വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പമാണോ അല്ല പ്രയാസമാണോ? അള്ളാഹുവിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പുലർത്തുന്നത് അത് എളുപ്പമാണോ പ്രയാസമാണോ? ചിന്തിച്ചു നോക്കൂ. ഇന്ന് രാവിലെ ഫജ്ർ നമസ്കരിച്ചത് നമുക്ക് എളുപ്പമായിരുന്നോ പ്രയാസമായിരുന്നോ? ആ ഫജ്റിന് പള്ളിയിൽ ജമാഅത്തിന് നമ്മൾ എത്തിയെങ്കിൽ ഈ ഇമാം അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം ആരംഭിക്കുന്നതിന് മുമ്പ് എത്താൻ എനിക്ക് സാധിച്ചോ ഇല്ലയോ? പരിശോധിച്ചു നോക്കൂ. എളുപ്പമാണോ അല്ല പ്രയാസമാണോ? എന്റെ മുമ്പിൽ കൈനീട്ടി വന്ന ഒരു മനുഷ്യന് ഞാൻ ഇന്ന് എന്റെ പേഴ്സിൽ നിന്ന് ചില്ലറ പൈസ എടുത്തു കൊടുത്തപ്പോ എന്റെ ഉള്ളിലുണ്ടായത് എന്താ? ഇഷ്ടമാണോ വെറുപ്പാണോ?
فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى. എത്ര മനോഹരമാ പദം. ഫസനുയസ്സിറുഹു ലിൽയുസ്ര. ഒരുപാട് സ്ഥലത്ത് കാണാം ഈ വാക്ക്. ഫസനുയസ്സിറുഹു ലിൽയുസ്ര. നാം അവന് എളുപ്പമാക്കി കൊടുക്കും. ചിന്തിക്കുക സഹോദരങ്ങളെ, നമുക്ക് എളുപ്പമാണോ ഭാരമായോ? എന്നെങ്കിലും നമസ്കരിക്കുന്നത് നമുക്ക് ഭാരമായി അനുഭവപ്പെട്ടിട്ടുണ്ടോ? എളുപ്പമാകണം. അതാണ് രണ്ടാമത്തെ അടയാളം. അത് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം. നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും സാധിക്കണം ഇബാദത്തുകളെ, നന്മകളെ. എന്റെ മുമ്പിലേക്കൊരു മനുഷ്യൻ യാചിച്ചു വന്നാൽ എനിക്ക് തോന്നേണ്ടത് സന്തോഷമാണ്. സന്തോഷമാണ്. നിങ്ങളില്ലാത്തവനാണെങ്കിൽ പോലും സന്തോഷം തോന്നണം. കാരണം നമുക്ക് അവനോട് പറയാം, എന്റെ അടുത്തില്ലട്ടോ, തരാൻ കഴിഞ്ഞില്ല, ഒരു കുഴപ്പമില്ല. ഉള്ളവനാണെങ്കിൽ കൊടുക്ക്. അമ്മാമൻ അഅ്താ വത്തഖ. ആ കൊടുക്കുന്നിടത്ത് തഖ്വ വേണം. വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന. ഹുസ്ന എന്ന് പറഞ്ഞാൽ കുറേ കൊടുക്കല്ല, അല്ല, നല്ല രീതിയിൽ, നല്ല രൂപത്തിൽ, ഇഷ്ടത്തോടെ, തൃപ്തിയോടെ, സന്തോഷത്തോടെ കൊടുക്കുക. ഫസനുയസ്സിറുഹു ലിൽ യുസ്ര. സുബ്ഹാനല്ലാഹ്. നമ്മൾ പരിശോധിക്കണം, നമുക്ക് ഭാരമാകുന്നുണ്ടോ എപ്പോഴെങ്കിലും? ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. എല്ലാവർക്കും അറിയാം സൂറത്തുൽ കഹ്ഫ് നമ്മൾ പാരായണം ചെയ്യണമെന്ന്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് സാധിച്ചോ? അതല്ല, അത് ഭയങ്കര ഒരുപാട് പേജുണ്ട്, ഭയങ്കര പ്രയാസമായി തോന്നിയോ, ഭാരമായി തോന്നിയോ? എത്തിയില്ലേ നമ്മളങ്ങോട്ട്? സമയമുണ്ട്, മഗ്രിബ് വരെ സമയമുണ്ട്. നോക്കണം സഹോദരന്മാർ, നോക്കണം. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്നൊരു സമയമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ആ സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തരുന്ന, എന്താവശ്യങ്ങളും അള്ളാഹു പൂർത്തി. നമുക്ക് ഉറപ്പുണ്ടോ ഇത്? ആ ഒരു സമയത്തെ നമ്മൾ വെള്ളിയാഴ്ചകളിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? ആലോചിക്കണം. അതിന് അള്ളാഹു നമുക്ക് ഒരു എളുപ്പം കൊണ്ടുവന്നിട്ടുണ്ടോ? അതാണ്. ഖുർആൻ പാരായണം നമുക്ക് ഭാരമാണോ? ഖുർആൻ ഓതാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നുണ്ടോ? വെള്ളിയാഴ്ച പള്ളിയിൽ ജുമാക്ക് വന്നിരുന്നാൽ ഉറക്കം വരുന്നുണ്ടോ? ആലോചിച്ച് നോക്കി, ഉണ്ടോ? ഈ സമയത്ത് ഇവിടെ ഞാനല്ല, വേറൊരു നല്ല ഓർക്കസ്ട്ര ആയിരുന്നെങ്കിൽ നമുക്ക് ഉറക്കം വരും. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ. ആലോചിച്ച് നോക്കി, എല്ലാവരും ആലോചിച്ച് നോക്കി. ഇതാണ് രണ്ടാമത്തെ. ശരിക്കും ശ്രദ്ധിക്കണേ. കാരണം എന്താ വെച്ചാൽ ഗൗരവമുള്ള, ഇനി നമുക്ക് സമയം കിട്ടൂല. ചിലപ്പം എനിക്കിത് പറയാനും സമയം കിട്ടൂല, നിങ്ങൾക്കിത് കേൾക്കാനും സമയം കിട്ടൂല. ഇവിടെ തന്നെ ആലോചിക്കണം. മൂന്നാമത്തേത് സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അതിനാണ് സുന്നത്ത് എന്ന് പറയുക. ആ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുന്നവരായി നാം സ്വാഭാവികമായി മാറുന്നുണ്ട്. സ്വാഭാവികമായി മാറുക. ആരെങ്കിലും കൽപ്പിച്ചിട്ടല്ല, നിർബന്ധിച്ചിട്ടല്ല. എനിക്ക് തോന്നുന്നുണ്ടോ സ്വാഭാവികമായി? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അല്ലാഹുവിനെ കാണേണ്ടി വരും, യൗമുൽ ആഖിറത്തിനെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് വിചാരിക്കുന്നവർക്ക് തീർച്ചയായും അല്ലാഹുവിന്റെ റസൂലിലുള്ളത് ഉസ്വത്തുൻ ഹസനത്തുൻ, ഉത്തമമായ മാതൃകയാണ്. നമ്മൾ ആലോചിക്കണം. നമ്മൾ സുന്നികളാന്ന് പറയും, പക്ഷെ സുന്നത്ത് എവിടെയാ? സുന്നത്തിനെ എന്നിട്ട് നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ, സുന്നത്ത് നിർബന്ധമല്ലല്ലോ എന്നാ. സുന്നത്ത് നിർബന്ധമല്ലല്ലോ. നിങ്ങളോട് ആരാ പറഞ്ഞത് സുന്നത്ത് നിർബന്ധമല്ല? കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മഹാന്മാരാണ്. അവര് മനുഷ്യന് ജീവിതം എളുപ്പമാക്കാൻ വേണ്ടി കർമ്മശാസ്ത്രത്തിൽ സുന്നത്തും ഫർളുമൊക്കെ വേർതിരിച്ചു, അത്രയേ ഉള്ളൂ. അതല്ലാതെ ജീവിതചര്യയിൽ അള്ളാഹുവിന്റെ റസൂലിനെ നമുക്ക് പിൻപറ്റാൻ സാധിക്കാതെ പോവുക എന്നത് സങ്കടമാണ് സഹോദരങ്ങളെ, സങ്കടമാണ്. അതിനേക്കാൾ വലിയ സങ്കടം എന്താണ്? നിങ്ങൾ പറയും, നമ്മുടെ മോഡൽ ആരാ? ആരാണ് നമ്മുടെ മോഡൽ? അള്ളാഹുവിന്റെ റസൂലാണ് നമ്മുടെ മോഡൽ എന്ന് നാം പറയുന്നുവെങ്കിൽ, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അള്ളാഹു അയച്ച മെസ്സഞ്ചറാണ്, ദൂതനാണ് മുഹമ്മദ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, സാക്ഷ്യം വഹിക്കുക, സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ നാക്കുകൊണ്ട് പറയാനാ എന്നാണോ അർത്ഥം? അല്ലല്ലോ. എന്റെ ജീവിതത്തിൽ ഉണ്ടാകണ്ടേ.
ഏറ്റവും ചുരുങ്ങിയത് പ്രിയപ്പെട്ടവരെ, ആ റസൂലിന്റെ ഒരു ചര്യയെ നമുക്ക് അനിഷ്ടകരമാകാതിരിക്കുകയെങ്കിലും വേണ്ടേ? ഇഷ്ടപ്പെടണ്ടേ? നമ്മൾ വേണ്ടേ? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, മാസാല അബ്ദി, ഒരു ഖുദ്സിയായ ഹദീസിൽ, മാസാല അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ. അള്ളാഹ് പറയാ, എന്റെ അടിമ നവാഫിൽ എന്ന് പറഞ്ഞാൽ ഈ സുന്നത്തുകളെ കൊണ്ട് എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഹത്താ ഉഹിബ്ബഹു, അവനിങ്ങനെ സുന്നത്ത് റസൂലിനെ ഫോളോ ചെയ്യാനുള്ള അവന്റെ ആഗ്രഹം കാരണം ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു പോകും. ആരാ പറയണെന്നറിയോ? അല്ലാഹു തആല ഇഷ്ടപ്പെട്ടു. ഫഇദാ അഹ്ബബ്തുഹു, ഞാനെങ്ങാണ്ട് അവനെ ഇഷ്ടപ്പെട്ടാൽ, കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കേൾവി ഞാനായിത്തീരും. ഇത് അല്ലാഹു പറയാ, അവൻ കേൾക്കുന്ന കേൾവി ഞാനായിത്തീരും എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന് തൃപ്തിപ്പെട്ടതേ നമുക്ക് ഇമ്പമായി വരൂ, അല്ലാത്തത് ഇഷ്ടണ്ടാവില്ല കേൾക്കാൻ. ഏയ് എന്ന് പറയും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവന്റെ കണ്ണുകൊണ്ട് കാണുന്നത് ഞാനായിത്തീരും. അത് കാണാനേ നമുക്ക് കഴിയൂ, അല്ലാത്തത് കാണാൻ കഴിയില്ല. വയദഹു അല്ലതീ യബ്തുശു ബിഹാ, അവൻ പിടിക്കുന്ന കൈ അത് ഞാനായിത്തീരും. അല്ലാഹു ഇഷ്ടപ്പെട്ടതേ നമുക്ക് തൊടാൻ കഴിയൂ, പിടിക്കാൻ കഴിയൂ. വരിജ്ലഹു അല്ലതീ യംശി ബിഹാ, അവൻ സഞ്ചരിക്കുന്ന, അവൻ നടക്കുന്ന കാലുണ്ടല്ലോ, അത് ഞാനായിത്തീരും. അള്ളാഹു ഇഷ്ടപ്പെടുന്നിടത്തേക്കേ നമുക്ക് നടക്കാൻ കഴിയൂ, അല്ലാത്തടത്തേക്ക് പോകാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാ? നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല. എത്തണം. അത് അടയാളമാണ്. എന്നിട്ട് ഇതിന്റെ അവസാനം അല്ലാഹു തആല പറയുന്നുണ്ട്, ഫഇൻ സഅലനി ലഉഅതിയന്നഹു, ഇത്തരത്തിലുള്ള ഒരുത്തൻ എന്നോട് ചോദിച്ചാൽ ലഉഅതിയന്നഹു, അതിലപ്പുറം അറബി ഭാഷയിൽ ശക്തമായി പറയാൻ ആ പദമില്ല. ലഉഅതിയന്നഹു, ഞാൻ അവന് നൽകുക തന്നെ ചെയ്യും. വലഇൻ ഇസ്തആദനി ലഉഈദന്നഹു, അവൻ എന്നോട് കാവലിനെ തേടിയാൽ ഞാൻ അവന് കാവൽ നൽകുക തന്നെ ചെയ്യും. സാധിക്കണ്ടേ സഹോദരങ്ങളെ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചത് അതാണ്. ഇന്നമാ ഖൗലുൽ മുഅ്മിനീൻ ഇദാ ദുഉ ഇലല്ലാഹി വ റസൂലിഹി ലിയഹ്കുമ ബൈനഹും. വിശ്വാസികൾ ആരായിരിക്കണം എന്നറിയോ? വിശ്വാസികൾ ആരായിരിക്കണം? അല്ലാഹുവിലേക്കും റസൂലിലേക്കും വിളിച്ചു, എന്നിട്ട് അള്ളാഹുവിന്റെയും റസൂലിന്റെയും തീരുമാനമാകണം നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനം എന്ന് പറഞ്ഞാൽ, അൻ യഖൂലു, അവർ പറഞ്ഞേക്കണം, സമിഅനാ വ അതഅനാ. ചോയ്സ് ഇല്ല. സമിഅനാ, ഞങ്ങൾ കേട്ടു, വ അതഅനാ, ഞങ്ങൾ അനുസരിച്ചു. അപ്പോഴോ വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർക്കേ വിജയം കിട്ടൂ. സഹോദരന്മാരെ, എല്ലാവരും ശ്രദ്ധിക്കണം. ومن يطع الله ورسوله فقد فاز فوزا عظيما. മഹത്തായ വിജയത്തിന്റെ ഉടമ ആരാ? ومن يطع الله ورسوله, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചവനാണ്. സാധിക്കണം. നമ്മൾ സഹോദരന്മാരെ അങ്ങോട്ട് എത്തണം. അങ്ങോട്ട് എത്തുക എന്നതാണ് അടയാളം. അത് നമ്മൾ പരിശോധിക്കണം. സുന്നത്തിനോട് നമുക്കൊരിക്കലും വിരോധമല്ല, ഇഷ്ടമാകണം. സുന്നത്ത് ചെയ്യുന്നവരോട് വിരോധമല്ല, ഇഷ്ടമാകണം. ഞാനതാ പറഞ്ഞ ഏറ്റവും നോക്കൂ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാനുള്ളത് എന്നല്ലല്ലോ അതിന്റെ നിർവചനം. അല്ലല്ലോ, അതിന് വേറെ കുറെ പദങ്ങളല്ലേ നിങ്ങളൊക്കെ പഠിച്ചു വെച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അനുഭവിക്കണം. ഒരിക്കലെങ്കിലും. എന്നാലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ. ഓർക്കണം എല്ലാവരും. നാലാമത്തെ അടയാളം സഹോദരന്മാരെ, നമ്മളുടെ കൂട്ടുകെട്ടം. ആരാണ് നമ്മുടെ ചങ്ങാതിമാർ? നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ആരാ? അതൊരു വലിയ പ്രശ്നമാണ്. അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഓതിയല്ലോ സൂറത്തുൽ കഹ്ഫ്, അവിടെ പറയുന്നുണ്ട്, വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാ. നിങ്ങൾ ഒരിക്കലും പിന്നാലെ പോകരുത്. ആരുടെ?
മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, നമ്മളെ ഓർക്കുന്നതിൽ നിന്ന് നാം അവന്റെ ഹൃദയത്തെ അല്ലെങ്കിൽ മനസ്സിനെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. അങ്ങനെയുള്ളവരുടെ കൂടെ പോകരുത്. വത്തബഅ ഹവാ, അങ്ങനെ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നമ്മെ അശ്രദ്ധമാക്കിയാൽ ഉണ്ടാകുന്ന വെച്ചാൽ നമ്മൾ നമ്മുടെ ഹവയാണ് നമ്മൾ പിന്നെ പിൻപറ്റും, നമ്മുടെ ഇച്ഛയെ, നമ്മുടെ ഇഷ്ടത്തെ. എന്തേ നീ അങ്ങനെ ചെയ്തു? അതെന്റെ ഇഷ്ടമാണ്, മൈ ചോയ്സ്. പറ്റൂല, പറ്റൂല, പാടില്ല. നമ്മൾ തോറ്റുപോകും, പരാജയപ്പെട്ടു പോകും. ചെയ്യരുത്. നമ്മൾ ആരായിരിക്കണം? നമ്മുടെ സൗഹൃദം, നമ്മുടെ സാമൂഹ്യ ജീവിതം അതാരായിരിക്കണം? നമ്മൾ ആലോചിക്കണം ആരായിരിക്കണം. അള്ളാഹു പറഞ്ഞു നമ്മളോട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. എല്ലാവർക്കും അറിയാലോ എന്താണ്. എന്നിട്ട് പറയുന്നത് എന്താ? തഖ്വ ഉണ്ടോ എന്നറിയാനുള്ള അടയാളം വകൂനു മഅസ്സാദിഖീൻ, സകല കള്ളന്മാരുടെയും കൂടെ അല്ല നിങ്ങൾ ഉണ്ടാകേണ്ടത്. മഅസ്സാദിഖീൻ, സിദ്ഖുള്ളവരുടെ കൂടെ നിൽക്കാൻ കഴിയണം. അതാണ് തഖ്വയുടെ അടയാളം. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കൂട്ടുകാരൻ ആരാണ്, ആരായിരിക്കണം. നമുക്ക് നല്ല ഓർമ്മ വരണം. അല്ലാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു തരുന്നുണ്ട്. ഇദാ അറാദല്ലാഹു ബിൽ അമീനി ഖൈറൻ, അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ നേതൃത്വം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നേതൃത്വത്തിലുള്ളവർ, അത് കുടുംബ നേതൃത്വമാകട്ടെ സാമൂഹ്യ നേതൃത്വമാകട്ടെ, ആരായിരുന്നു, അല്ലാഹു അവർക്ക് നന്മ ഉദ്ദേശിച്ചാൽ ജഅല ലഹു വസീറ സിദ്ഖ്, അല്ലാഹു അവന് വളരെ സത്യസന്ധനായ ഒരു സഹായിയെ നിശ്ചയിച്ചു കൊടുക്കും. ഉണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഉണ്ടാവും. എന്താണ് അവന്റെ അടയാളം? ഇൻ നസിയ ദക്കറഹു, നിങ്ങൾ വല്ലതും മറന്നുപോയാൽ അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. മറന്നു പോട്ടെ എന്നല്ല, ഓർമ്മിപ്പിക്കും. എടാ ചെയ്തത് ചെയ്യണ്ടേ, ഇത് ചെയ്യണ്ടേ, അവിടെ പോണ്ടേ, ഓർമ്മിപ്പിക്കും. വഇൻ ദക്കറ അഅനഹു, ഓർത്താലോ, ഓർക്കണ കാര്യമാണെങ്കിൽ അത് ചെയ്യാൻ അവൻ സഹായിക്കും. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളെ ഫ്രണ്ട്സ് ഇങ്ങനെയാണോ, നമ്മളെ സഹായിക്കുന്നുണ്ടോ? നേരെ തിരിച്ചും വഇദാ അറാദല്ലാഹു ബിഹി ഗൈറ ദാലിക, നന്മയല്ല അള്ളാഹു ഉദ്ദേശിച്ചതെങ്കിൽ ജഅല ലഹു വസീറ സൂ, അള്ളാഹു ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു കൃത്യമായി വഴി കാണിച്ചു തന്നിട്ട് അതുകൊണ്ടാണ് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞത്. അവനൊരു ചീത്ത സഹായിയാണ് ഏർപ്പാടാക്കി കൊടുക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമുക്ക് ഏത് സഹായമുള്ളത്? എന്നിട്ടോ അവന്റെ സ്വഭാവം എന്താ? ഇന്നസിയ ലം യുദക്കിറുഹു, അവൻ വല്ലതും മറന്നാൽ ഓർമ്മിപ്പിക്കണ പ്രശ്നമില്ല. പോട്ടെ, ഇപ്പൊ നാളെയും ചെയ്യാലോ എന്ന് പറയും. അങ്ങനല്ലേ? നാളെ ആക്കാം, കുറച്ച് കഴിഞ്ഞിട്ടാക്കാം, ഇപ്പൊ നിസ്കരിക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ടാക്കാം. മങ്ക് കൊടുക്കണ കേൾക്കുന്നുണ്ട്, എല്ലാ സൗകര്യവും തന്നിട്ടുണ്ട്. ഒന്ന് ബ്രേക്ക് ചെയ്ത് സൈഡാക്കിയാൽ മതി. നല്ല പാർക്കിംഗ് ഉണ്ട്, നല്ല സൗകര്യമുണ്ട്, പക്ഷെ എത്തുന്നില്ല. നോക്കൂ, വല്ലാത്ത സങ്കടല്ലേ? വഇൻ ദക്കറ ലം യുഇൻഹു, ഓർത്താൽ സഹായിക്കോ? അതുമില്ല. നമ്മൾ ആലോചിക്കണം, നമ്മൾ പറഞ്ഞു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മനുഷ്യൻ വിചാരണ സമയത്ത് വിരൽ കടിച്ചു നിൽക്കുന്ന ഒരു രംഗം. എന്നിട്ട് അവൻ പറയും, യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, അയ്യോ നാശം, എനിക്ക് എന്തു പറ്റി, ഇന്ന ആളെ ഞാൻ എന്റെ സുഹൃത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, തോളിൽ കൈവച്ചവരുടെ കൈ, ആരുടെ കൈയിലാ തോളിൽ, ആരുടെ തോളിലാ കൈവച്ചതെന്ന് പരിശോധിക്ക്. യാ വൈലതാ ലം അത്തഖിദ് ഫുലാനൻ ഖലീല എന്ന് പറയേണ്ടി വരുന്നവരുടെ തോളിലാണോ കൈയുള്ളത്? അവരുടെ കൂടെയാണോ കൂട്ടുകെട്ട്? അവരുടെ കൂടെയാണോ സഹവാസം? അവരുടെ ക്ലബിലാണോ നിങ്ങളുടെ മെമ്പർഷിപ്പ്? ആലോചിക്കണം. അടയാളമാണ്, നമ്മൾ ശരിക്കും പരിശോധിക്കണം. സഹോദരന്മാരെ, ഞാനൊരു സ്നേഹത്തോടു കൂടിയാ പറഞ്ഞു, എനിക്കൊരു ഉറപ്പും ഈ വിഷയത്തിലില്ല, വളരെ സ്നേഹത്തോടു കൂടിയാ പറഞ്ഞു. ശ്രദ്ധിക്കണം എല്ലാവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിമനോഹരമായ ഒരു ഉദാഹരണം പറഞ്ഞു, നല്ല കൂട്ടുകാരനെ കുറിച്ചും ചീത്ത കൂട്ടുകാരനെ കുറിച്ചും. നല്ല കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഒരു അത്തർ വിൽപ്പനക്കാരനെ പോലെയാണ്, സുഗന്ധം വിൽപ്പനക്കാരനെ പോലെ. അവന്റെ അടുത്ത് ചെന്നാൽ നിങ്ങൾക്കൊന്നുകിൽ ഇത് വാങ്ങാം, സുഗന്ധം വാങ്ങാം, അല്ലെങ്കിൽ അവന്റെ അടുത്തിരുന്നാൽ തന്നെ എന്തുണ്ടാവും, ഒരു സ്മെല്ലൊക്കെ കിട്ടൂലേ. ചീത്ത കൂട്ടുകാരന്റെ ഉദാഹരണം ഒരു കൊല്ലനെ പോലെയാണ്. കൊല്ലപ്പണി മോശമായതുകൊണ്ട് പറഞ്ഞല്ലോ, ഒരു മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു.
കൊല്ലന്റെ അടുത്ത് ചെന്നിരുന്നാൽ എന്താ, ചിലപ്പോൾ നമ്മൾ ഡ്രസ്സിനൊക്കെ ഒരു ഓട്ട എടുത്ത് നീറ്റ് പോരുമ്പോഴേക്ക് അല്ലെ, അല്ലെങ്കിൽ ഒരു ചീഞ്ഞ മണമുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉദാഹരണം ചിന്തിച്ചു, എത്ര മനോഹരമാണ് സഹോദരന്മാരെ. നമ്മൾ ശ്രദ്ധിക്കണം. അഞ്ചാമത്തെ അടയാളം സഹോദരന്മാരെ നമ്മുടെ സ്വഭാവമാണ്. നമ്മുടെ സുഹൃത്തുക്കളോടും സഹോദരങ്ങളും കുടുംബക്കാരോടുമൊക്കെയുള്ള നമ്മുടെ സ്വഭാവം, അത് സൽസ്വഭാവമാണോ ചീത്ത സ്വഭാവമാണോ? അടയാളമാണ്. ഞാനിപ്പോ എങ്ങനെയൊക്കെയാണ്, വേണമെങ്കിൻ്റെ ഒപ്പം ജീവിച്ചോ എന്ന് പറയുന്ന ആണുങ്ങളല്ലേ മഹാഭൂരിപക്ഷവും. എനിക്കിത്രേ കഴിയൂ, നിങ്ങൾ ഇത്ര കാലം ഇത്ര കുട്ടികളെ ഞാൻ പ്രസവിച്ചില്ല നിങ്ങളെ, അതുകൊണ്ട് വേണമെങ്കിൽ ജീവിച്ചോളൂ എന്റെ കൂടെ എന്ന് പറയുന്ന പെണ്ണുങ്ങളല്ലേ. ഇത് ചീത്ത അടയാളമാണ്. എനിക്ക് എന്റെ സ്വഭാവത്തിൽ ഒരു ദോഷമുണ്ടെങ്കിൽ അത് തിരുത്താൻ എന്റെ ഇണക്ക് സാധിക്കണം, എന്റെ സുഹൃത്തുക്കൾക്ക് സാധിക്കണം. കാരണം സൽസ്വഭാവമാണ്. ഇന്ന അസ്ഖല ശൈഇൻ ഫിൽ മീസാൻ, അറിയോ നിങ്ങൾക്ക്, തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്നത് സുന്നത്ത് നോമ്പല്ല, തഹജ്ജുദ് നിസ്കാരമല്ല, ഖുലുഖുൻ ഹസൻ, സൽസ്വഭാവമാണ്. അതാണ് അള്ളാഹുവിന്റെ തുലാസിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന വസ്തു. വഇന്നല്ലാഹ അസ്സ വജല്ല യബ്ഗളുൽ ഫാഹിഷൽ ബദീ, ഈ ദുഷ്ടനായ ചീത്ത സ്വഭാവത്തിന്റെ ഉടമയെ അള്ളാഹു വെറുക്കുന്നു. നമ്മൾ എവിടെയാണുള്ളത്? നമ്മൾ നോക്കണം സഹോദരന്മാരെ, നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചതാണ്, ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള കാരണം എന്താണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തഖ്വല്ലാഹ് വഹുസ്നുൽ ഖുലുഖ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലും സൽസ്വഭാവവുമാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലും സൽസ്വഭാവവുമാണ്. നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ എന്റെ അടുത്ത് ഏറ്റവും അടുത്ത് ഖിയാമത്ത് നാളിൽ ആരാ ഉണ്ടാകുക? ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, ആരാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ, എന്റെ ഏറ്റവും അടുത്ത് ഖിയാമത്ത് നാൾ ഉണ്ടാകാരാ? ഉഹാസിനുക്കും അഖ്ലാഖ, ഉഹാസിനുക്കും അഖ്ലാഖ, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണ്. നമുക്ക് മാറ്റണം. കാരണം ഇപ്പൊ സമയമുണ്ട് നമുക്ക്. എന്തൊക്കെ നമ്മൾ മാറ്റിയില്ലേ? ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റിയില്ലേ? പൈസ കൂടിയപ്പോ, സൗകര്യം കൂടിയപ്പോ, പലരും വന്നപ്പോ, പലതും കേട്ടപ്പോ, പലതും പഠിച്ചപ്പോ മാറ്റണം. എന്തിനു മാറ്റണം? എനിക്ക് വിജയിക്കാം. സഹോദരന്മാരെ, എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു തആല ഇങ്ങനെയുള്ള ഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ആറാമത്തെ വിഷയം, സഹോദരന്മാരെ, നമ്മുടെ ചുറ്റുഭാഗവുമുള്ള ആളുകൾക്ക് നന്മ ചെയ്യുന്നവരായി നാം മാറണം. നമ്മിൽ നിന്നൊരു തിന്മ ആർക്കും ഉണ്ടാകരുത്. എല്ലാവരും ശ്രദ്ധിക്കണം. അവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസല്ലേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. തന്റെ സ്വന്തം സഹോദരന്, സുഹൃത്തിന് നമ്മൾ എങ്ങനെയാണ് മുഅ്മിനാവുക? നിങ്ങൾ മുഅ്മിനാവുകയേയില്ല ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നിങ്ങൾക്കിഷ്ടമാകുന്നത് അയാൾക്കും നമുക്കിഷ്ടമാകണം. അയൽവാസിയോടും സുഹൃത്തിനോടും സഹോദരനോടും കൂട്ടുകാരോടുമൊക്കെയുള്ള നമ്മുടെ നയം അതായിരിക്കണം. അവിടെയാണ് നാം. നോക്കൂ, നിങ്ങൾ ആലോചിക്കൂ, എന്താ ഇന്ന് നമ്മുടെ അവസ്ഥ? എന്തുമാത്രം സ്വാർത്ഥരായി മനുഷ്യരെന്ന് നോക്കൂ. മനുഷ്യന്റെ പേര് പോലും കളങ്കപ്പെടാവുന്ന രൂപത്തിലുള്ള സ്വാർത്ഥത മനുഷ്യന് വന്നില്ലേ? എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്നത് ഈ സ്വാർത്ഥതയുടെ ചിത്രങ്ങളാണ്. മാറണം. നമുക്ക് മാറാൻ സാധിക്കണം. നോക്കൂ, മിച്ചമുള്ളത് നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയണ്ടേ? മിച്ചമുള്ളത്. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, അവർ വന്ന് ചോദിച്ചു, എന്താ ചെലവാക്കേണ്ടത്? ഖുൽ, നബിയോട് പറയാൻ പറഞ്ഞെന്താ? അൽ അഫ്, നിങ്ങളുടെ എന്താണോ ബാക്കി വരുന്നത് അത് ചെലവാക്കുക. മിച്ചമുള്ളത് ചെലവാക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഉപദേശിച്ചു. ഒരു യാത്രയിൽ ഒരാൾ ഒറ്റക്ക് ഒരു വാഹനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുക, ഒറ്റക്ക്. നമ്മളൊക്കെ നാട്ടിൽ കാണാം, നല്ല കാറിലൊക്കെ ഒറ്റക്ക് ഇങ്ങനെ പോണ ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും ബസ്സും കാത്തു നിൽക്കുന്നത്.
അവർക്കറിയാം അയാൾ ഇന്ന സ്ഥലത്തേക്കാ പോണത്. എന്താ നമ്മുടെ സ്വഭാവം? എന്റെ കാറിലോൻ കയറണ്ടെന്നല്ലേ? അത്തരമൊരു മനുഷ്യനോട് റസൂലുള്ള പറഞ്ഞു, മൻ കാന ഇൻദഹു ഫദ്ലു ലഹ്രിൻ ഫൽയഉദ് ബിഹി അലാ മൻ ലാ ലഹ്റ ലഹു. ആർക്കെങ്കിലും അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ, നിങ്ങളുടെ വണ്ടിയിൽ ഒരു സീറ്റ് ബാക്കിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒന്നിലധികം വാഹനങ്ങളുണ്ട്, ഇല്ലാത്തവന് കൊടുക്ക്. ഒന്ന് ഷെയർ ചെയ്യാൻ പഠിക്കണം നമ്മൾ. അത് നമ്മുടെ സ്വഭാവമാണ്. വമൻ കാന ഇൻദഹു ഫദ്ലു സാദിൻ, നിങ്ങൾ കഴിച്ച ഭക്ഷണം നിങ്ങളുടെ വീട്ടിൽ ഇനിയും ബാക്കിയുണ്ട്, 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും ചൂടാക്കി കഴിക്കാൻ അല്ല റസൂൽ പറഞ്ഞത്. ഫൽയഉദ് ബിഹി അലാ മൻ ലാ സാദ ലഹ്, ഇല്ലാത്തവന് കൊടുക്ക് ആ ഭക്ഷണം. അപ്പുറത്തുണ്ട് പട്ടിണി കിടക്കുന്നവര്, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. നമ്മളൊക്കെ കേൾക്കാറില്ലേ, കറി വെച്ചാൽ അതിൽ വെള്ളം കൂട്ടി അയൽക്കാരന് കൊടുക്കണം എന്ന്. നമ്മൾ അവിടേക്ക് എത്തണം സഹോദരന്മാരെ, നമ്മളെത്തണം. ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പിടിച്ചു നിൽക്കുക? നിങ്ങൾ ആലോചിക്കൂ, നമ്മൾ ആ മനുഷ്യന്റെ അവസ്ഥയിലെത്തുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തരണം എന്ന് നമ്മൾ ആഗ്രഹിക്കൂലേ? ചോദിക്കാതെ കിട്ടണം എന്ന് ആഗ്രഹിക്കൂലേ? അതൊന്നുമല്ല ചിന്തിക്കേണ്ടത്. എനിക്ക് വിജയിക്കണം. റബ്ബിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാനിങ്ങനെ അള്ളാഹുവിന്റെ മുഖത്തേക്ക് സന്തോഷത്തോടുകൂടി നോക്കി നിൽക്കുന്ന മനുഷ്യനാകണം. അതിനത് ചെയ്യണം സഹോദരന്മാരെ. അതുപോലെ സഹോദരന്മാരെ, 7ാമത്തെ കാര്യം, മുസ്ലിമീങ്ങൾക്കൊരു പരിഗണന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞത് അതാണ്. ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് പറഞ്ഞു. അത് സത്യത്തിൽ എന്താ വെച്ചാൽ, ഇത് പറയാൻ നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ തോന്നേണ്ടത്, സംസാരിക്കേണ്ടതൊക്കെ ഏതെങ്കിലും വികാരത്തിന്റെ പുറത്തല്ല. നമുക്ക് വേണ്ടത് സഹോദര പ്രകടനമല്ല. നിങ്ങൾ കണ്ണൂരങ്ങാടിയിൽ പ്രകടനം നടത്തിയാൽ ഇസ്രായേൽ ഫലസ്തീനിൽ നിന്ന് ഒഴിച്ചു പോവില്ല. അങ്ങനെ ഒരു പൂതികളെ മനസ്സിൽ വേണ്ട. അതല്ല നമുക്ക് ആവശ്യം. പ്രകടനപരതയ്ക്ക് പകരം റബ്ബിനോട് പറയാൻ കഴിയണം. റബ്ബിനെ പറ്റൂ. അത് വേറെ ആർക്കും ഇവിടെ അത് കഴിയൂല. ആ ഒരു പരിഗണന നമുക്ക് കൊടുക്കാൻ സാധിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ അറിയണ്ടേ അവിടെ? അത് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വെള്ളിയാഴ്ച പള്ളിയിൽ ഖുതുബക്ക് കയറിയിട്ട് ഖത്തീബ് ഖുതുബ പറഞ്ഞത് 2 വാചകമാണ് അത്ര. നിങ്ങൾ കേട്ടില്ലേ? 2 വാചകം. ഒന്നാമത്തേത്, എനിക്ക് വിശക്കുന്നു, എനിക്ക് ഖുതുബ പറയാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഖുതുബ നിർത്തുകയാണ്. നിങ്ങൾക്കും വിശക്കുന്നുണ്ടാകും, നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ നിർത്തുന്നു, നമുക്ക് നമസ്കരിക്കാം. ഇതൊരു സമൂഹത്തിന്റെ പച്ചയായ കഥയാണ്. എവിടെയെങ്കിലും എഴുതിയ നോവലല്ല, ഏതെങ്കിലും ഒരു സിനിമ ഉണ്ടാക്കാൻ എഴുതിയ തിരക്കഥയല്ല. എന്റെയും നിങ്ങളെയും പോലെയുള്ള പച്ചയായ വികാരവും വിചാരവും ചിന്തയുമുള്ള മനുഷ്യന്മാരാണ്, മുസ്ലിമീങ്ങളാണ്. നമ്മൾ ആലോചിക്കണം. നമുക്ക് അവരോട് തോന്നണ്ടേ, നമുക്ക് എന്താണോ ചെയ്യാൻ നോക്കൂ. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച അള്ളാഹുവിനോട് അങ്ങനെ തന്നെ പറഞ്ഞത്. അള്ളാഹുവേ, ഞങ്ങൾക്ക് കഴിയില്ല, ഒരുപാട് ദൂരെയാണ് ഞങ്ങളിതൊന്നും അങ്ങോട്ട് എത്തൂല. പക്ഷേ നമ്മുടെ പ്രാർത്ഥന എത്തൂലേ സഹോദരന്മാർ? നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്തൂടെ? അള്ളാഹുവിനോട് ആ ഒരു സംഗതിയെങ്കിലും നമ്മൾ പറയണ്ടേ? നമ്മുടെ സ്വഭാവം അതാകണ്ടേ? വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ എന്ന് ആശയമറിഞ്ഞ് മുസ്ലിം ഉമ്മത്തിന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? എന്റെ ഹൃദയത്തിൽ ഈമാനുള്ള ഒരുത്തനോടും ഒരു പകയോ വിദ്വേഷമോ ഉണ്ടാകരുതേ എന്ന് പറയാൻ നമുക്ക് സാധിക്കോ? അന്നാണ് നാം വിജയികളുടെ കൂട്ടത്തിൽപ്പെടുക. നമ്മളിപ്പോ പരിധി നോക്കാം, ആരെടുത്താ തെറ്റുള്ളത്? നമുക്കതിങ്ങനെ എൻലാർജ് ചെയ്യണം, വലുതാക്കണം, എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ അടിച്ചുവിടണം, എന്നിട്ട് മറ്റേ സംഘടന, മറ്റേ വ്യക്തിയെ, മറ്റോനെ താഴ്ത്തണം, നശിപ്പിക്കണം, തകർക്കണം എന്നാ അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടാവുക? നമ്മൾ ആലോചിക്കണം, നമ്മൾ മാറണം. നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനേക്കാൾ വലുത് നമുക്കൊക്കെ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസമനുഭവിക്കുന്ന നമ്മുടെ ഗസയിലെ സുഹൃത്തുക്കൾക്ക്, സഹോദരങ്ങൾക്ക്, മക്കൾക്ക് അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين،
اللهم انصرهم نصر عزيز مقتدر اللهم انصرهم نصر عزيز مقتدر اللهم انصرهم نصر عزيز مقتدر اللهم ارزقهم رزقا واسعا حلالا طيبا اللهم ارزقهم رزقا حلالا واسعا طيبا اللهم ارزقهم رزقا حلالا واسعا طيبا اللهم جبع من جبعهم يا رب العالمين اللهم عليك باليهود اللهم عليك باليهود اللهم عليك باليهود فإنهم لا يعجزونك يا الله ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين.